Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് നീ പറയണോ കേട്ടോ? ഓക്കെ ഓക്കെ, പ്രെയർ പറഞ്ഞോ കേട്ടോ. Good morning, ma'am. Good morning to all. As we all know, no good work can begin without remembering the Almighty, the creator of the universe. Let us start our class with a prayer song. I request Tina for the prayer song. Light of the world, you step down into darkness. Open my eyes, let me see beauty that made his heart adore you. Hope of my life spent with you. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Thank you, Tina. I invite Reshma for signing. Sorry, I invite Ranjini for signing. ഞാൻ തോട്ട് ഓഫ് ഡേ ആയിരുന്നു പറയുന്നത് സൈൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപർണ മിസ്സിനെയും എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. തോട്ട് ഓഫ് ദ ഡേ പറയാനായിട്ട് രഞ്ജിനിയെ ക്ഷണിക്കുന്നു. Time is slow when you wait. Time is fast when you are late. Time is short when you are happy. Time is endless when you are in pain. Time is a currency. Be careful how you spend it. APJ Abdul Kalam. Thank you, ma'am. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്? ചൈൽഡ് വെൽഫെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? Part 2 needs ആണ് മാം. Needs. ഓക്കെ, മിനിറ്റ്, പേജ് നമ്പർ 67. 67. പലപ്പോഴും നമ്മൾ പലർക്കും അറിയാതെ നീഡ്സ് കേട്ടോ. ഇതില് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഫിസിയോളജിക്കൽ നീഡ്സ് എന്താണ് റീഡ് ചെയ്തോ? ആ പിരമിഡ് മാം കാണിച്ചു തന്നു, ഞങ്ങളോട് എഴുതിയെടുക്കാൻ പറഞ്ഞു. അതില് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് ഏതായിരുന്നു? മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കിയിൽ ഏറ്റവും ബേസിക് ചെറിയ താഴെയുള്ള നീഡ് ഏതായിരുന്നു? ഫിസിയോളജിക്കൽ നീഡ്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിനെ സംബന്ധിച്ചും ഫിസിയോളജിക്കൽ നീഡ് ഏകദേശം സെയിം ആണ്. ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, പിന്നെ എക്സസൈസ്. അങ്ങനെ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ ബേസിക് നീഡ്സ് എന്നാണ് നമ്മള് ഫിസിയോളജിക്കൽ നീഡിന്റെ മറ്റൊരു പേര്, അല്ലേ? അപ്പോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഫിസിയോളജിക്കൽ നീഡ്സിൽ ഫുഡ് ആൻഡ് വാട്ടർ ആണ്. നമുക്ക് ഫുഡ് ആണ് എനർജി തരുന്നത്. നമ്മൾ ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചത് പറഞ്ഞു. ഫുഡ് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് സർവൈവ് ചെയ്യാൻ എന്തായാലും ഫുഡ് വേണം, അല്ലെ? ഫുഡ് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. ഫുഡ് പ്രൊവൈഡ്സ് എനർജി ടു ഡു വർക്ക്. നമുക്ക് എനർജി തരുന്നത് അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി തരുന്നത് ആരാണ്? ഫുഡാണ്. ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ഗ്രോത്തിനും മെയിൻ്റെനൻസിനും എന്ത് വേണം? ഫുഡ് നിർബന്ധമായിട്ടും വേണം. പ്രൊട്ടക്ട് ഫ്രം ഡിസീസ്. നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതും ഈ ഫുഡിലൂടെയാണ്. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിസീസുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ സൗണ്ട്, വേറെ എന്തെങ്കിലും സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാ നോക്കണം കേട്ടോ. ഓക്കെ ആണോ? ക്ലാസ് സൗണ്ട് ക്ലിയർ ആണോ? മാം ഓക്കെ,
ഇവിടുത്തെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, സൗണ്ട് ഒക്കെ ഓക്കെ ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫിസിയോളജിക്കൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഏതൊരു വ്യക്തിനെ സംബന്ധിച്ചും ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ് ഏത് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫുഡ് ആൻഡ് വാട്ടർ പറഞ്ഞു. ഫുഡ് ആണ് നമുക്ക് എനർജി തരുന്നത്, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള എനർജി. അതേപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ഗ്രോത്തിനും മെയിൻ്റെനൻസിനും നമുക്ക് ഫുഡ് എന്ത് തരുന്നു? എനർജി തരുന്നു. ദെൻ പ്രൊട്ടക്ട് ഫ്രം ഡിസീസ്, അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നല്ല രീതിയിൽ എനർജറ്റിക് ആയതുകൊണ്ട് മാത്രമാണ്. ഇനി വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മുടെ ബോഡിയിൽ എല്ലാവർക്കും അറിയാം, എന്താ പറയാ, ബോഡിയിൽ എന്താ പറയാ, വാട്ടറിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. സോ ഒരു വ്യക്തി ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? ഇൻടേക്ക് ചെയ്യണമെന്നുണ്ട്. ഒരു വ്യക്തി എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാ പറയുന്നത്? 8 ഗ്ലാസ്. അവര് 2 ലിറ്റർ വെള്ളം, പക്ഷെ വാട്ടറായിട്ട് തന്നെ 2 ലിറ്റേഴ്സ് നമ്മൾ കുടിക്കണം. നോട്ട് ജ്യൂസ് ഓർ കോഫി അങ്ങനെയല്ല, നമ്മൾ വെള്ളമായിട്ട് 2 ലിറ്റേഴ്സ് കുടിക്കണം. ഇനി വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മെനി ബോഡി ഫങ്ഷൻസ്. നമ്മളുടെ ഡൈജഷൻ, അതേപോലെ തന്നെ ഏതൊരു ഫങ്ഷൻ എടുത്താലും വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, ഒരു ഘടകമാണ്. A sufficient amount of food and water at the right time help the child to stay healthy and happy. ഒരു കുട്ടിയെ നല്ല ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡും വാട്ടറും റൈറ്റ് ടൈമിൽ കിട്ടണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും, വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെ പിടിച്ചാൽ കിട്ടില്ല. എപ്പോഴും പറയാറില്ലേ നമ്മള്? വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാ? കാരണം അവർക്ക് റൈറ്റ് ടൈമിൽ ആ ഫുഡും വാട്ടറും കിട്ടിയില്ലെങ്കിൽ അവർക്ക് മേ ബി ലൂസ് ടെമ്പർ, അവരുടെ ടെമ്പർ നഷ്ടപ്പെട്ടു പോകും. അത് നോർമലാണ്, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചു നേരം വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഫുൾ ഡേ ഒക്കെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കാനൊക്കെ പറ്റും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഫുഡ് അത്രയും നേരം ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? അപ്പോ കുട്ടികൾക്ക് നമ്മൾ കറക്റ്റ് എമൗണ്ട് ഓഫ് നമ്മൾ എന്ത് കൊടുക്കുക? ഫുഡും വാട്ടറും കൊടുക്കുക. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നോമ്പൊക്കെ വരാം. എനിക്ക് അറിയാത്തോണ്ടല്ല ചോദിക്കുന്നത്. ഈ നോമ്പ് നിങ്ങൾ ഏത് ഏജ് മുതൽ എടുക്കുന്നത്? കുട്ടികള് എത്ര ഏജ് മുതലാ? 7 വയസ്സ് മുതൽ പിടിക്കണം. എത്ര വയസ്സ്? 7 വയസ്സ്. ആണോ? എല്ലാവരും 7 വയസ്സ് മുതൽ നോമ്പ് പിടിക്കോ? പിടിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഹാഫ് സമയം മാത്രമേ, ഉച്ച വരെയും അങ്ങനെയൊക്കെ പിടിക്കണ പിള്ളേർ അങ്ങനെയൊക്കെ ആദ്യമേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ചെറിയ പിള്ളേരാവുമ്പേ ഉച്ചവരെയും പിടിപ്പിച്ച് നോക്കും. അത് കഴിയുമ്പോൾ ക്ഷീണം തോന്നണെങ്കിൽ അപ്പൊ ഒരിക്കലും വെള്ളം കൊടുക്കും. അങ്ങനെ അങ്ങനെ ചിലപ്പോ 2 ദിവസം, ആഴ്ചയിൽ 1 ദിവസം, അങ്ങനെ സ്കൂളില്ലാത്ത ടൈമില്, ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പിടിക്കാൻ പറ്റണവരാണെങ്കിൽ എത്ര നേരം പിടിക്കും വെച്ചാൽ അത്രയും നേരം വരെയും കൊടുക്കും. അല്ല പകുതി വരെയും ഉച്ച വരെയും പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ. നമ്മൾ കറക്റ്റ് എമൗണ്ട് ഫുഡും വാട്ടറും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അവരുടെ ബോഡി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനും പ്രോപ്പർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനും കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അടുത്തൊരു ഫിസിയോളജിക്കൽ നീഡാണ് എന്താ? ക്ലോത്തിങ് എന്ന് പറയുന്നത് അല്ലെ? ക്ലോത്തിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെപ്പോഴും ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ എന്തിന്റെ ബേസിലാണ് ക്ലോത്ത് സെലക്ട് ചെയ്യാറ്? കാലാവസ്ഥയുടെ. എന്താണ്? കാലാവസ്ഥയുടെ. ഓക്കെ, കാലാവസ്ഥ, ക്ലൈമറ്റിന്റെ ബേസിലാണല്ലേ എല്ലാവരും ക്ലോത്ത് എടുക്കാറ്. ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന എന്താണ്? സമ്മർ സീസൺ. ഇപ്പൊ അമ്മമാര് ഏത് ക്ലോത്ത് കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാം? കോട്ടൺ അല്ലെ? കോട്ടൺ ആണ്. അപ്പൊ ക്ലോത്ത് നമ്മള് പ്രിഫർ ചെയ്യുന്നത് ക്ലൈമറ്റിന്റെ ബേസിലാണ്. ക്ലോത്ത് കാര്യങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ക്ലോത്ത് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നമ്മളെപ്പോഴും ക്ലോത്തും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കളർ മാത്രം ശ്രദ്ധിച്ച് നമ്മള് അല്ലെങ്കിൽ അത് നോക്കി സെലക്ട് ചെയ്യുന്നേക്കാൾ അവരുടെ ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു
ഗുണമൊക്കെ നോക്കിയിട്ട് വേണം, നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ക്ലോത്തും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ എന്താ പറയാ, ദെൻ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഞാൻ എന്റെ മോക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവൾക്ക് ഇപ്പോ 24 ആണ് സൈസ്. സോ ഞാൻ എന്ത് ചെയ്യും, 26 എടുത്തിട്ട് ഷേപ്പ് ചെയ്താ കൊടുക്കാറ്. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കാരണം 24 ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 1 month 2 month കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. അപ്പൊ പിന്നെ അവർക്ക് അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും, 26 സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാം. ഹസ്ബൻഡ് പറയും ഇത് ഫിറ്റ് ആണല്ലോ, ഇത് പോലെയും ചോദിക്കും. ഞാൻ പറയുന്നില്ല, നെക്സ്റ്റ് സൈസ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കാരണം ഒത്തിരി ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഡ്രസ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോ അതുകൊണ്ട് നമ്മൾ ക്ലോത്തുകൾ വാങ്ങിക്കുമ്പോൾ ഒരു സൈസ് മേലെ വാങ്ങിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മള് കുട്ടികൾക്ക് ഒരുപാട് ക്ലോത്ത് വാങ്ങിച്ചു കൊടുക്കും അല്ലെ. കുഞ്ഞി കുട്ടികളൊക്കെ പെൺപിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ആ വീട് നിറച്ചും ആ കുട്ടിയുടെ ഡ്രസ് ആയിരിക്കും, ഫ്രോക്കുകൾ മാത്രമായിരിക്കും. പക്ഷെ അത്രമാത്രം ഫ്രോക്കിന്റെ ഒക്കെ ആവശ്യമുണ്ട് കുട്ടികൾക്ക്? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇപ്പൊ നമ്മുടെ മക്കള് ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മോള് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും ആ ഡ്രസ്സ്. ചിലപ്പോ കുട്ടി ആ കളർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലോത്തും കാര്യങ്ങളും നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയാതെ നമ്മളത് ആക്കി കൊടുക്കണം. ഈ ഒരു എന്താ പറയാ, ഇത്രയും നല്ല ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റാത്ത പാവപ്പെട്ടവരുണ്ടാവും. പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, ഈ എന്താ പറയാ ചൈൽഡ് വെൽഫെയർ ഫോറംസോ അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവരത് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കും. അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ റിലേറ്റീവ്സിന് ആരെങ്കിലും തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഓ നിന്റെ മകളുടെ പഴയ ഡ്രസ്സ് വേണ്ട എന്റെ മോക്ക് ഇടാനായിട്ട് എന്നൊക്കെ വിചാരിക്കും. കാരണം അവർക്കത് ഇഷ്ടാവണമെന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ച് അവർക്കതൊരു പുതിയ ക്ലോത്ത് തന്നെയാണ്, ന്യൂ ക്ലോത്ത് ആണ് അല്ലെ. അവർ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, വിയർ ചെയ്യുന്നത്. നമുക്കത് കാണാൻ പറ്റും. അത് പുതിയ ഡ്രസ്സ് ഇട്ടാൽ നമുക്കറിയാം അത് പഴയതാകുന്ന, പക്ഷെ അവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റായിരിക്കും. പക്ഷെ അവർ അതിൽ നിന്ന് അവരുടെ പുതിയ ഇത് കിട്ടുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ വീട്ടില് പഴയ ക്ലോത്ത് ഒക്കെ ഉണ്ട്, കുട്ടികളുടെ പഴയ ക്ലോത്തുകൾ ഉണ്ട്. ഒരുപാട് കേടൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ എറണാകുളത്തോടൊക്കെ പോകുമ്പോ നമ്മള് സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റും അല്ലെ. അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇതേപോലെ ക്ലോത്ത് ഒന്നും നല്ല ക്ലോത്തുകളൊന്നും വിയർ ചെയ്യാത്ത കുട്ടികളാണ്. സോ അവർക്കത് കൊടുക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയാ പുണ്യപ്രവർത്തിയാണ്. ഓക്കെ. നിങ്ങൾ ഒരുപാട് വീട്ടിൽ ക്ലോത്തുകൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ ക്ലോത്ത് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചെയ്യൂല എല്ലാവരും? ഞാനും ഇതേപോലെ അതുപോലെ മാം ഇപ്പോ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ചില ഷോപ്പുകൾ എന്ന് വെച്ചാൽ ചില ചേച്ചിമാരൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങളിവിടെ കൂനമ്മാവില് ഒരു ചേച്ചി എങ്ങനെയുണ്ട്, നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളത് ഇപ്പൊ കല്യാണത്തിനൊക്കെ ആയാലും ചിലരെടുത്തില്ലേ, അപ്പൊ അത് വേറൊരാൾക്ക് കല്യാണത്തിന്, അതായത് അധികം റേറ്റിന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പൊ നമ്മൾ ഏത് ഡ്രസ്സാണ് ഒരു യൂസ് 2 യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളും പിന്നെ സൈറ്റുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് ഞാൻ കുറെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പെൺകുട്ടികളുള്ള വീട്ടില് ഞാൻ കഴിഞ്ഞ ദിവസം കുറെ എടുത്ത് മാറ്റിയുള്ളൂ. അപ്പൊ മാം പറഞ്ഞതും കറക്റ്റ് ടൈമിനാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, നമ്മൾ അന്വേഷിച്ചാലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മള് വെറുതെ ക്ലോത്ത് നമ്മുടെ അലമാരിൽ വെറുതെ ഇങ്ങനെ നിറച്ച് വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുഞ്ഞുമക്കൾ അതൊക്കെ ഇട്ട് കാണുമ്പോൾ. ഓക്കെ. അപ്പൊ ക്ലോത്തിങ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രോപ്പർ സെലക്ഷൻ ഓഫ് ക്ലോത്ത് keep the child safe from climatic changes. അപ്പൊ പ്രോപ്പർ ക്ലോത്തിങ് കുട്ടികളെ ഈ ക്ലൈമറ്റിക് ചേഞ്ചസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. Clothes have to be comfortable not only to delicate skin of the child but should also let free movements of limbs. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ആണെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ലിംസും കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. സോ നല്ല ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോത്ത് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട്. ഒത്തിരി ഇറുകിയ ഡ്രസ്സുകൾ, ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും നമുക്ക് കുട്ടികളെ വിയർ ചെയ്യിക്കരുത്. കാരണം അവർക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോ പിന്നെ ചിൽഡ്രൻസ് ഫീൽ വെരി ഫ്ലഷ് when their garments have attractive design and color. ഒരുപാട് അട്രാക്റ്റീവ് ഡിസൈനും കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഗാർമെന്റ്സ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ അട്രാക്റ്റീവ് കളറൊക്കെ സെലക്ട് ചെയ്തോ
പക്ഷെ ക്ലൈമറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലോത്ത് ആയിരിക്കും നമുക്ക് കുട്ടികൾക്ക് പ്രിഫർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലോത്തിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. ഇന്ന് രാവിലെ എത്ര വീട്ടില് യുദ്ധം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളുള്ള വീട്ടില് എല്ലാ അമ്മമാരുടെയും ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കണം അല്ലെ? അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഉണ്ട്. രാവിലെ എഴുന്നേക്കുന്ന എന്തായാലും ഉണ്ടാവും, കാരണം മൺഡേ ആണ് അല്ലെ? മൺഡേ എന്ന് പറയുമ്പോൾ തന്നെ 2 ദിവസത്തെ വെക്കേഷൻ ലീവ് കഴിഞ്ഞിട്ട് മൺഡേ എഴുന്നേക്കാൻ നല്ല മടിയായിരിക്കും. പോരാത്തിന് ഇപ്പൊ നല്ലൊരു തണവുണ്ട് മോർണിംഗ് ഇല്ലേ? കുട്ടികളൊക്കെ ഉറങ്ങാം. അപ്പൊ അവർക്ക് എന്തോ എനഫ് സ്ലീപ്പ് കിട്ടണം. കറക്റ്റാണ്, എനഫ് സ്ലീപ്പ് കുട്ടികൾക്ക് കിട്ടണം. അപ്പോ നമ്മൾ എന്താ ചെയ്യുക, അവര് എഴുന്നേക്കാൻ ഭയങ്കര മടിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവര് നേരത്തെ ഉറക്കി ശീലിപ്പിക്കണം. ഒത്തിരി നേരത്തെ ഉറക്കി കഴിഞ്ഞാൽ, ഒത്തിരി നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പത്തില്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ 9 o'clock ഉറങ്ങിയിരുന്നത്. 9 o'clock ആകുമ്പോഴേക്കും വീട്ടിൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കും. പക്ഷെ ഇന്ന് കുട്ടികൾ 6 o'clock കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവരെനിക്ക് തോന്നുന്നു 7:30, 8 o'clock അല്ലെങ്കിൽ 7 o'clock ആ ഒരു ടൈമിലൊക്കെ എഴുന്നേക്കുന്നത്. ഉറങ്ങുന്നത് എപ്പോഴാ? വളരെ ലേറ്റ് ആയിട്ടല്ലേ കുട്ടികൾ ഉറങ്ങുന്നത് ഇപ്പം? വളരെ ലേറ്റ് ആയിട്ടാ. അപ്പോ അവർക്ക് എനഫ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടണം എന്നുള്ള കാര്യം പാരന്റ്സും ഒരു കാര്യം ശ്രദ്ധയിൽ വെക്കണം. ഒരു 8 hours മിനിമം, ഒരു 8 hours, 8 to 10 hours കുഴപ്പമില്ല കുട്ടികളെ സംബന്ധിച്ച്, ചെറിയ കുട്ടികളെ സംബന്ധിച്ച്. അപ്പൊ ആ ഒരു ടൈം അവർക്ക് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട കടമാർക്കാണ് നമ്മള്, പാരന്റ്സിനാണ്. സോ അപ്പോൾ ദ ചൈൽഡ് മസ്റ്റ് അലൗ ടു ഗെറ്റ് എനഫ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. കുട്ടികൾ ആ ഒരു എനഫ് സ്ലീപ്പും റെസ്റ്റും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ദിസ് ഗീവ്സ് റെസ്റ്റ് ടു ബോഡി ഓർഗൻസ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു എനഫ് സ്ലീപ്പിലൂടെ ബോഡി ഓർഗൻസിന് റെസ്റ്റ് കിട്ടും. കുട്ടി എഴുന്നേൽക്കുമ്പോൾ ഫീൽ ഫ്രഷ്, നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം കുട്ടിയുടെ ടാസ്കുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുമല്ലേ, നല്ല ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. ദ ചൈൽഡ് ഫീൽ ഫ്രഷ് വെൻ വാക്കിംഗ് അപ്പ്. എഴുന്നേൽക്കുമ്പോൾ നല്ല ഫീൽ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. വാക്കിംഗ് അപ്പ് ആണ് കേട്ടോ. ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രീ സ്കൂൾ ചിൽഡ്രൻസ് വളരെ ആക്റ്റീവ് ആയിരിക്കുമോ? നല്ല ആക്റ്റീവ് അല്ലേ? പിടിച്ചാൽ കിട്ടാത്ത പ്രായോ? ചില കുട്ടികൾ പറയും 4 വയസ്സ്, ചില നാട്ടില് വയസ്സായവർ പറയും, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും 4 വയസ്സ് എന്ന് പറയണത് 4 വയസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനെ പറയും നട്ടഭ്രാന്താണ് എന്ന് പറയും. കാരണം അവർ എന്തൊക്കെയാ ചെയ്യുന്നേ, എങ്ങടാ ഓടുന്നേ, പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഇത്, ഈ ഒരു പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബീയിങ് അറ്റ് ഗ്രോത്ത് ഏജ്, അത് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. സോ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പ്രീ സ്കൂൾ ചൈൽഡ് ഈസ് വെരി ആക്റ്റീവ്, ഭയങ്കര ആക്റ്റീവ്. നമുക്ക് പിടിച്ചാലൊന്നും കയ്യിൽ കിട്ടില്ല. എ ഗുഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഫ്രീ പ്ലേ ഓഫ് കോഴ്സ് അണ്ടർ ദ അഡൽട്ട് സൂപ്പർവിഷൻ. നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വിടണം, ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ സൂപ്പർവിഷനിൽ, നമ്മളുടെ കൺട്രോളിൽ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം, കളിക്കാനൊക്കെ വിടണം. എനിക്ക് നല്ല പേടിയാ ഒറ്റയ്ക്ക് കുട്ടീനെ കളിക്കാനൊക്കെ വിടാനായിട്ട്, വളരെ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു നമ്മളുടെ സൊസൈറ്റി തന്നെ കുറച്ച് നമുക്ക് പേടിക്കേണ്ട ഒരു സൊസൈറ്റിയാ അല്ലെ? നമുക്ക് അത്ര സേഫ് ഒന്നല്ല നമ്മുടെ കുട്ടികൾ പുറത്ത്. അപ്പൊ നമ്മളുടെ സൂപ്പർവിഷനിൽ അവർ എന്ത് ചെയ്തോട്ടെ, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കളിച്ചോട്ടെ. അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ഇപ്പൊ പാർക്കിലൊക്കെ കൊണ്ടുപോവാം. സൺഡേ സാറ്റർഡേ ഒക്കെ ആവുമ്പോ, സൺഡേ ആവാം, ഇപ്പൊ പാരന്റ്സ് 2 പേര് ലീവായിരിക്കും, കുറച്ചു നേരം ഒരു 2 hours അവർക്ക് വേണ്ടി മാറ്റി വെക്കും. ഒരു എന്താ പറയാ, ഒരു 3 o'clock മുതൽ ഒരു 5 o'clock വരെ ഒരു 2 hours അവർക്ക് വേണ്ടി മാറ്റി വെക്കാം. മാറ്റി വെക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ ഫോൺ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള ഫോൺ, അതും കൂടി വീട്ടിൽ വെച്ചിട്ട് പോവാം. 2 hours നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാം. അവരുടെ ഒപ്പം കളിക്കുക, അവരുടെ ഒപ്പം ആക്ടിവിറ്റീസ് ചെയ്യുക, അവരോട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, അടുക്കുക. നമ്മളൊരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും അല്ലേ? നമ്മൾ കുട്ടികളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരായിട്ട് നല്ലൊരു ഇമോഷണൽ ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മൾ വലുതായി പോകും. പിന്നെ അവർ നമ്മളോട് പാർക്കിൽ കൊണ്ടുപോകാനോ ബീച്ചിൽ പോകാനോ ഒന്നും പറയില്ല. അവർ പിന്നെ അവരുടേതായ പഠനം, അവരുടേതായ കൂട്ടുകാരെ, ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പോകും. അതിന് മുമ്പ് കുറച്ച് ടൈം നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും മാറ്റി വെക്കണം. ഓക്കെ,
It is essential for sufficient muscles development. നമുക്കറിയാം കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മസിൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആകുള്ളൂ. Lack of adequate opportunity for physical activity, exercise can hinder the normal growth of children that result in growth retention or malfunctioning in long run. ഈ കുട്ടികൾ പുറത്തൊന്നും പോയി കളിക്കുന്നില്ല, ഒരുപാട് നാളത്തേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് മന്ദഗതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. കോവിഡിന്റെ ഒരു എക്സാമ്പിൾ പറയാം, ഈ ഒരു എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാം. എന്റെ പരിചയത്തില് ശരിക്കും റിയൽ ആയിട്ടുള്ളതാണ്. എന്റെ പരിചയത്തിൽ എന്റെ വീടിന്റെ അടുത്ത് 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഇതിൽ മൂത്ത ആള് അത്യാവശ്യം എന്താ പറയാ, ആരോടൊന്നും സംസാരിക്കില്ല. നമ്മൾ വീട്ടിൽ ചെന്നാൽ പോലും ജസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫോണിൽ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കിയിട്ട് ജസ്റ്റ് അകത്തോട്ട് കയറി പോകുള്ളൂ. ഒന്നും മിണ്ടൂല നമ്മളോട്, വരാനോ ഇരിക്കാനോ എന്താണോ ഒന്നും ചോദിക്കില്ല. അതേപോലെ തന്നെ ആ കുട്ടീനെ പുറത്തേക്കേ കാണാറില്ല. അവൻ വീട്ടിലെപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എപ്പോഴും ടിവിയിലായിരിക്കും. ടി വി ഉണ്ടാവും, ഫോൺ ഉണ്ടാവും കയ്യില്. പിന്നെ അല്ലാത്ത സമയത്ത് ചോദിക്കുമ്പോ എന്താ പറയാ, ഗെയിം കളിക്കാന്ന് പറയാം. മൂത്ത ആളാണ് ട്ടാ, മൂത്ത കുട്ടി. അപ്പൊ ഇവൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു പ്രകൃതമാണ് മൂത്ത ആളുടെ. രണ്ടാമത്തെ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും ആൺകുട്ടി തന്നെയാണ്. ഒരു 2 വയസ്സിന് എന്തോ ഗ്യാപ്പുള്ളൂ, ചേട്ടനും മനിയനും നമ്മൾ 2 3 വയസ്സിന് 1 ഇയറിന് എന്തോ ഗ്യാപ്പുള്ളൂ. പക്ഷെ ഇളയ കുട്ടി ഭയങ്കര മാറ്റമാണ്. അവൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. അവൻ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ നമ്മളോട് വന്ന് സംസാരിക്കും. ആ ആന്റി എന്താണ്, ഞാൻ പറയും മമ്മിനെ കാണാൻ വന്നെന്ന് പറയുമ്പോ ആ മമ്മിനെ വിളിക്കാട്ടോ എന്ന് പറയും. അവൻ എപ്പോഴും ആക്റ്റീവാണ്. ഞാൻ അവനെ പുറത്തൊക്കെ കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്. വെച്ചാൽ അവൻ സൈക്കിളൊക്കെ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേരുടെ ഒക്കെ ഒപ്പം നടക്കുന്നതും കളിക്കാൻ പോകുന്നതൊക്കെ കാണാം. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടൻ എന്ത് ചെയ്യും? അവനവിടെ ഫോണും കൊണ്ടിരിക്കുക, അവൻ വരൂല, വിളിച്ചാലൊന്നും വരില്ല, കളിക്കാനൊന്നും വരില്ല എന്ന് പറയും. ഇതേപോലത്തെ ഇവരുടെ എനർജി 2 പേരും. ഇളയാള് ഭയങ്കര എനർജറ്റിക് ആണ്, എന്ത് കാര്യമാണ് ഞാൻ ചെയ്യാ എന്ന് പറഞ്ഞ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ മൂത്ത ആള് ജസ്റ്റ് ഭയങ്കരമായിട്ടൊന്ന് പതുങ്ങി ഒരു എന്താ പറയാ ഉൾവലിഞ്ഞ പ്രകൃതമാണ്. പക്ഷെ അവർ പുറത്തൊന്നും പോയി കളിക്കുന്ന ഇഷ്ടമല്ല, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, മുതിർന്നവരെ ബഹുമാനിക്കാനേ അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ കുറച്ച് അവന് കുറെ പ്രശ്നങ്ങളുണ്ട്. അതെന്തുകൊണ്ട് അവൻ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാവോ? അവന് ചെറുപ്പം മുതലേ വീട്ടില് അവൻ ജനിച്ച സമയം മുതൽ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ആദ്യം ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അവനെ എവിടെയും കളിക്കാൻ വിടില്ലായിരുന്നു, പുറത്തോട്ട് കളിക്കാനൊന്നും വിടില്ല. അവനെ വീട്ടിൽ തന്നെ ആ ഒരു കൺട്രോളിൽ തന്നെയായിരുന്നു വളർത്തിയിരുന്നത്. പക്ഷെ ഇളയാൾ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ജോലി കിട്ടി. അമ്മ ഫാദറും ഹസ്ബൻഡും മദറും എന്താണ് ജോലിക്ക് പോകുമ്പോ ഇളയാള് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം. അപ്പൊ ഗ്രാൻഡ് പാരന്റ് ഇവർ 2 പേരുണ്ട്. ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട് തൊട്ടപ്പുറത്താവും. ചില ഒരു മതിലിന് അപ്പുറത്തായിട്ടാണ് 2 വീട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവ മൂത്ത ആള് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകില്ല, ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലേക്ക് പോകില്ല. പക്ഷെ ഇളയാള് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം നടക്കും, കറങ്ങും, അവിടെ കുട്ടികൾ വന്ന് കളിക്കുമ്പോ അവനും പോയി കളിക്കും. അങ്ങനെ കൂടുതലായിട്ട് എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. അവൻ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഈ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. മൂത്ത ആളെ സംസാരിക്കുന്ന പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസും കാര്യങ്ങളൊക്കെ അവന് വളരെ കുറവാണ്. ഭയങ്കരമായിട്ട് വീക്കാണ്. സോ ഇത് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിട്ട് മാറാണ്. അപ്പൊ ഇത് ഗ്രോത്ത് റിട്ടെൻഷൻ അല്ലെങ്കിൽ മാൽ ഫങ്ഷനിങ് ലോങ് റൺ ഒരുപാട് നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, അവരുടെ എനർജി വളരെ വീക്ക് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മള് ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും റൈറ്റ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തേണ്ട കടമാർക്കാണ് നമ്മൾക്ക്. ഓക്കെ, ദെൻ ഇനി ഹൈജീൻ ആണ്. നിങ്ങൾ ഹൈജീന്റെ ചാർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഹൈജീൻ ഹാബിറ്റിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയണേ? ചെയ്തിട്ടില്ല, ഹൈജീനെ കുറിച്ചിട്ട് ചെയ്തിട്ടില്ല ചാർട്ട്. ഓക്കെ, ജസ്റ്റ് ഹൈജീൻ എന്തൊക്കെയാ? പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെയാ? നമ്മളെപ്പോഴും
എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം 2 times, എപ്പോഴും അല്ല. ആഫ്റ്റർ എന്താ പറയാ, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. നമ്മൾ ബ്രഷ് ചെയ്യണം. ദിവസത്തിൽ 2 നേരം നമ്മൾ എന്തായാലും ബ്രഷ് ചെയ്യണം. എന്താ പറയാ, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ ബിഫോർ ഗോയിങ് ടു ബെഡും എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. അതേപോലെ നമ്മൾ ബാത്ത് ചെയ്യണം. ടേക്ക് ബാത്ത് ഓർ ഷവർ വൺസ് എ ഡേ. നമ്മൾ ഒരു ദിവസം നേരെയെങ്കിലും കുളിക്കണം. വാഷ് യുവർ ഹെയർ വിത്ത് ഷാംപൂ ഓഫ് എന്ത് പറയുന്നത്, ഷാംപൂ ഇട്ട് കുളിക്കണം. കുട്ടികളാവുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. പിന്നെ കോംബ് യുവർ ഹെയർ, കട്ട് യുവർ നെയിൽ. നമ്മുടെ നെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യണം. പിന്നെ വാഷ് യുവർ ഹാൻഡ്സ് പറഞ്ഞല്ലേ, വാഷ് യുവർ ഹാൻഡ്സ് പറഞ്ഞില്ല. വാഷ് യുവർ ഹാൻഡ്സ് നമ്മൾ ബിഫോർ ഈറ്റിംഗ് ഫുഡ് ഓർ ആഫ്റ്റർ ഗോയിങ്, നമ്മൾ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് ചെയ്യണം. പിന്നെ റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റുള്ളൂ കുട്ടികൾക്ക്. അപ്പോ അങ്ങനെ നേരത്തെ എഴുന്നേറ്റാലാണ് അവരുടെ ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അവർക്ക് റൈറ്റ് ടൈമിൽ സ്കൂളിലൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഇമേജസും ആ ഒരു ഇതും എഴുതിയാൽ മതി. ഇപ്പൊ ബ്രഷ് ചെയ്യുന്ന ഒരു ഇമേജ് ആണെങ്കിൽ ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാലോ, സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നോക്കാം. ഹൈജീൻ. നമുക്ക് പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ക്ലീൻലിനെസ് ആർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടർ ടു ഗുഡ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന് നമ്മുടെ പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പേഴ്സണൽ ഹെൽത്ത്, പേഴ്സണൽ ഹൈജീനും എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടും ഉള്ള ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഡിമാൻഡ് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് ഓഫ് ദ ചൈൽഡ്. നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ ടോയ്ലറ്റിംഗ് ശീലിപ്പിക്കണം. എങ്ങനെയാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത്, ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മൾ എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ അവരെ ശീലിപ്പിക്കണം. കെയർ ഓഫ് ബോഡി ഓർഗൻസ്. നമുക്കറിയാലോ, നമ്മുടെ സെൻസ് ഓർഗൻസ് അറിയാലാവർക്കും അല്ലെ? ഏതൊക്കെ സെൻസ് ഓർഗൻ? ഐ, നോസ്, മൗത്ത്, ടീത്ത്, അതേപോലെ തന്നെ മറ്റുള്ള ഓർഗൻസ്, ഹെയർ, സ്കിന്ന്, നെയിലൊക്കെ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ ഇപ്പോ ഐസിന് ഭയങ്കരമായിട്ട് ഐസിന് പ്രശ്നമുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാക്സിമം പോവാതിരിക്കാൻ ശ്രമിക്കാം. നോസ് ആൻഡ് മൗത്ത്, ഇപ്പൊ ഭയങ്കര പൊടിയൊക്കെ ഉള്ളൊരു പ്രദേശമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയാം മാസ്ക് വിയർ ചെയ്യാൻ. ഇനി സപ്പോസ് മാസ്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരോട് പറയാം കർച്ചീഫ് യൂസ് ചെയ്യാൻ പറയാം. കർച്ചീഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയാം? കവർ ചെയ്യാനായിട്ട് പറയാം. പിന്നെ നമ്മൾ ഹെയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കോംബ് ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ ബോഡി വാഷ് ചെയ്യണം. നെയിൽസ് ഉണ്ടല്ലോ, നെയിൽസിൽ നമ്മൾ എന്താ പറയാ, ഡസ്റ്റോ കാര്യങ്ങളൊന്നും പോയിരിക്കാതെ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ചിൽഡ്രൻ ഷുഡ് ബി ഗീവ് ട്രെയിനിങ് ടു കീപ് ദർ അൻറ്റൽ ആൻഡ് ജെന്റൽ ഏരിയാസ് ക്ലീൻ. നമുക്കറിയാം നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെന്റൽ ഏരിയാസും കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പാരന്റ്സിന്റെ കടമയാണത്. ടു വാഷ് ദെയർ ഹാൻഡ്സ് ക്ലിയർലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ എവറി ടൈം ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയാ, നമ്മുടെ ഹാൻഡ്സ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ എങ്ങനെയാണ് ലൈഫ് ബോർഡ് ഒരു പരസ്യം ഇടുന്നു. ലൈഫ് ബോർഡ് ഹാൻഡ് വാഷ് വന്ന സമയത്തുള്ള ഒരു പരസ്യമാണ്. കഴുകിക്കോ കഴുകിക്കോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഒരു നല്ല കുട്ടി, ഒരു ഗുണ്ടു കുട്ടി എന്നിട്ട് നല്ല കഴിക്കോ എന്ന് പറഞ്ഞിട്ട് കൈ വാഷ് ചെയ്യുന്നത്. അപ്പോ ആ നെക്സ്റ്റ് ക്യൂവിൽ നിന്ന് എല്ലാവരും കൈ വാഷ് ചെയ്തിട്ടും അവൻ എന്ത് ചെയ്ത് കഴിഞ്ഞില്ല, കൈ വാഷ് ചെയ്ത് കഴിക്കുക. പിന്നെ നമ്മൾക്ക് മനസ്സിലായി, കോവിഡിന്റെ സമയമായപ്പോൾ മനസ്സിലായി അവൻ അന്ന് പറഞ്ഞ പോലെ നമ്മൾ കൈ വാഷ് ചെയ്തില്ലെങ്കിൽ എന്ത് വരും, അവിടെ വൈറസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായല്ലേ? അപ്പോ എന്താണ്, നമ്മൾ ശരിക്കും ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതി കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ജസ്റ്റ് ഒരു ആക്ഷൻ സോങ്ങിലൂടെയൊക്കെ നമുക്ക് ഹാൻഡ് വാഷ് എങ്ങനെ ചെയ്യാം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഇല്ലേ? പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുന്നു? ഹാൻഡ് വാഷ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഹാൻഡ് വാഷിന്റെ ആക്ഷൻ സോങ് ഹാൻഡ് വാഷിന്റെ ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാൻഡ് വാഷ് എത്ര എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് മതി. അപ്പൊ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്
എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡ്സ് ഒക്കെ വാഷ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയുമാണ് കുട്ടീനെ സംബന്ധിച്ച്, ഒരു കുട്ടീനെ സംബന്ധിച്ച് എന്താണ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. അവന് ബേസിക് ആയിട്ട് ഫുഡ്, വാട്ടർ വേണം, ക്ലോത്ത് വേണം, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് വേണം, ആക്ടിവിറ്റീസ്, എക്സസൈസും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഫ്രീഡം വേണം, നല്ലൊരു പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ഹൈജീൻ അവന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, എന്താണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് മനസ്സിലായോ? ഇനി നമ്മള് എന്താ പറയാ, നീഡ് ഫോർ ബിലോങ്സ് നീഡിലേക്കൊക്കെ വരാണ്. അതിക്ക് മുമ്പ് നമുക്കൊരു കാര്യം നോക്കണം. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് എത്ര ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവും? ഇമോഷൻസ് സന്തോഷം, ദുഃഖം, ദുഃഖം, ദേഷ്യം. ഓക്കെ, ഭയം ഇല്ലേ? ഭയം ഉണ്ടാവും. അഫെക്ഷൻ, വാത്സല്യം കേട്ടിട്ടുണ്ടാവും. നമുക്ക് കുട്ടികളോട് തോന്നുന്ന ഫീലിംഗ് എന്താ? കുട്ടികൾ കുഞ്ഞു കുട്ടിനാകേട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഫീലിംഗ് എന്താ? അഫെക്ഷൻ അല്ലേ? അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ? ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീലിങ്സ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഫീലിങ്സ് ഓർ ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് സെമിനാർ വരുന്നത്. ഓക്കെ, 1 മിനിറ്റ് ഞാൻ ഓരോരുത്തർക്കും ടോപ്പിക് തരാം കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഒരു ഇമോഷൻസ് ഞാൻ പറയാം, അത് നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സെമിനാർ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അഫെക്ഷൻ ആരെ സെമിനാർ എടുക്കുന്നേ? വാത്സല്യം ഞാൻ എടുക്കാം മിസ്സേ. ഓക്കെ, രേവതി അല്ലെ? ഓക്കെ, അഫെക്ഷൻ രേവതി. ദെൻ ഹ്യൂമർ ആൻഡ് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ഒന്നും റീഡ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണ് അഫെക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് അതാണ് വേണ്ടത്. ഓക്കെ, ടെസ്റ്റിലേക്ക് നോക്കണ്ട. നമുക്ക് എന്താണ് അഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, ഹ്യൂമർ തമാശ, അതൊരു ഇമോഷനാണ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ്. തമാശനെ കുറിച്ച് ആരാ പറയുന്നത്? നന്നായിട്ട് തമാശയൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ വേണ്ട. പറഞ്ഞോ, ആരാ പറയുന്നത് തമാശനെ കുറിച്ചിട്ട്? ഞാൻ എടുക്കാം മിസ്. ഓക്കെ, അശ്വതി. ദെൻ ഫിയർ, ഭയം. നമുക്ക് ഒരുപാട് ടൈപ്പ് ഫോബിയാസ് ഒക്കെ ഉണ്ടല്ലേ, ഫിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാ ഫിയറിനെ കുറിച്ച് എടുക്കുന്നേ? വിസ്മയ, പറയൂ, ആരെങ്കിലും പറയൂ. ഓക്കെയാണോ? ഭാവയുണ്ട്, എടുക്കോ? എടുത്തോളാം. ഫിയർ ആണ് ടോപ്പിക്. വിസ്മയ. Then ആരാണ്? ടീന. ആങ്കർ എടുക്കാൻ പറ്റുമോടാ? ഓക്കെ, ഞാൻ ചോദിക്കാം, ഇവിടെ ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള്? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യം വരുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ, ഒരു ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. അപ്പൊ ആരെടുക്കുന്നേ? രഞ്ജിനി അനിൽകുമാർ എടുക്കോ ആങ്കർ? എടുക്കാം മിസ്.
പക്ഷെ സൗണ്ട് ഒന്നും കേട്ടിട്ട് അത്രയും ദേഷ്യം വരുന്ന ആളാണെന്ന് തോന്നുന്നേ ഇല്ല അല്ലേ? വീട്ടിലും പുറത്ത് ദേഷ്യം വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. വീട്ടില് നല്ല ദേഷ്യ. ആണോ? സൗണ്ട് കേട്ടിട്ടൊട്ടും തോന്നുന്നില്ല. ഓക്കെ. ഇനി ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ, സന്തോഷം. അതാരെടുക്കുന്നത്? നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ലേ സന്തോഷം? അതാരെടുക്കും? റെഡി ആയിട്ട് വേഗം പറ. ഞാൻ തന്നെ എടുത്തോട്ടെ മിസ്. സോറി കുട്ടി, ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോനെ ഇത് മാറ്റി തന്നാ മതി, ഹ്യൂമർ മാറ്റി തന്നാ മതി. സന്തോഷം എടുത്തോളോ? എടുത്തോളാം. അശ്വതി CS സന്തോഷം ഇട്ടു. അപ്പൊ ഹ്യൂമർ എടുക്കാൻ ഒരാൾ വേണമല്ലോ. തമാശ ആരെടുക്കൂലേ? അല്ലെങ്കിൽ ടോപ്പിക് കൊടുക്കുമ്പോ ആള് കൂടുതലാവണ പ്രശ്നം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ പ്രാവശ്യം ആരും വരുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ കൊടുക്കാം. ടീന ഇവിടെ ഉണ്ട്. ഹ്യൂമർ എടുക്കാൻ പറ്റുമോ ടോപ്പിക്? ശ്രമിക്കാം മിസ്. ഓക്കെ. മിസ് നേരത്തെ വിളിച്ചപ്പോ എനിക്ക് ഇത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ മിസ്. സോറി, കുഞ്ഞുങ്ങളുടെ അടുത്തായതുകൊണ്ടാ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ മിസ്, ഞാൻ എടുക്കും. സാഡ്നെസ് ആരെടുക്കും? അല്ല എടുക്കാൻ സാധാരണ എനിക്ക് അങ്ങനെയല്ലല്ലോ. 90 ഇമോഷൻസ് ഞാൻ പേര് പറയായിരുന്നതേ. എല്ലാ സെമിനാറിനും ഞാൻ ആദ്യം കയറി പേര് പറയുമല്ലോ മിസ്, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മളെല്ലാ ചാപ്റ്റർ വൈസ് സെമിനാർ വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഇപ്പൊ 1, 2, 3, 4, 5 സെമിനാർ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം കേട്ടോ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എങ്ങനെ നമ്മള് പ്രസന്റ് ചെയ്യേണ്ടത്? അത് എങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള പോലെയാണോ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടോ? തമാശ എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? എന്നെ സംബന്ധിച്ച് തമാശ എന്ന് പറയുമ്പോൾ കോമഡി സിനിമകളൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ തമാശ ശരിക്കും കുട്ടികളെ എൻജോയ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് അല്ലേ? അതായത് ഈ ഇമോഷൻ കുഞ്ഞുങ്ങളിൽ നമ്മൾ വരുത്തിക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആണോ? അങ്ങനെയാണോ? കുട്ടികൾക്ക് ഈ ഇമോഷനായിട്ട് ഇപ്പൊ അഫെക്ഷൻ എടുത്ത ഒരു എക്സാമ്പിൾ, നമുക്കൊരു കുട്ടിയെ കാണും, നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്, ഇമോഷനാണ്, ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത്. ചില പാരന്റ്സ് നമ്മളോട് പറയും, ഞാൻ കുട്ടീനോട് അധികം വാത്സല്യം ഒന്നും കാണിക്കാറില്ല. ശരിക്കും പറഞ്ഞ ഈ വാത്സല്യം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി എങ്ങാനും വഴിതെറ്റി പോകും, അല്ലെങ്കിൽ നമ്മളുടെ അധികം നമ്മളെ ഭയപ്പെടില്ലേ. പണ്ടത്തെ ആൾക്കാരെ കുറിച്ച് ചിന്താഗതിയാണ് അഫെക്ഷൻ ഒന്നും കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ അല്ല. നമ്മൾ അഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണിച്ച് കുട്ടികളോട് ആ സ്നേഹവും കാര്യങ്ങളും കെയറൊക്കെ കാണിച്ച് തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കാനും അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ഒരു അഫെക്ഷനിലൂടെ മാത്രമാണ്. അവർ എന്ത് കാര്യം നമ്മളോട് തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഒരു അഫെക്ഷൻ വേണം. അല്ലെങ്കിൽ നമുക്ക് അഫെക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് തോന്നുന്ന അഫെക്ഷൻസ്, ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള അഫെക്ഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതെല്ലാം വ്യക്തിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ഓരോ വ്യക്തിനെ കുറിച്ചിട്ടും. ആങ്കർ എന്ന് പറയുന്നത് വ്യക്തികളെ കുറിച്ച്, ഫിയർ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഫോബിയാസ് ഉണ്ട്. അപ്പൊ ഫോബിയാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇന്ന ഫോബിയാസ് ആണ്, ഓരോ ഫിയറിനും ഇന്ന ഫോബിയാസ് ആണ് നമ്മൾ പേര് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അറിയാവുന്ന ഫോബിയാസ് പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും ഭയം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൈറ്റിനോട് ഭയങ്കര പേടിയാണ്. ഹൈറ്റ് പറഞ്ഞാൽ വളരെ പേടിയുള്ളൊരു കാര്യം, വേറെ ഒന്നുമില്ല എനിക്ക്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയാ നെഗറ്റീവ് ഫീൽ തന്നെയാണ്. കാരണം എനിക്ക് എമർജൻസി ആയിട്ടൊക്കെ പെട്ടെന്ന് മുകളിലേക്കൊക്കെ പോകണം. ലിഫ്റ്റ് ഇല്ലാത്തൊരു ബിൽഡിംഗ് ആണെങ്കിൽ എനിക്ക് ഒത്തിരി ടൈം എടുക്കും. സാധാരണ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് കുഞ്ഞു കുട്ടികളെക്കാളും പാട് വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്, കാരണം അത്രയും പേടിയാണ്. ഓക്കേടാ, ഇല്ല സെമിനാർ എടുക്കുന്നവർ മാത്രം അവർ പ്രിപ്പയർ ചെയ്യാം. ഈ സെമിനാർ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ടോപ്പിക്ക് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ റോൾ ഓഫ് ഇമോഷൻസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ.
Emotions constantly become functional in the child relation to his fellow pupils, teachers, parents, siblings, and in school and home situation. നമുക്കറിയാം കുട്ടികള് ഇമോഷണൽ റിലേഷൻഷിപ്പ് ആരൊക്കെയായിട്ടാണ് കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാര്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്, അത് നമ്മൾ സ്കൂളിലും ഹോം സിറ്റുവേഷനിലും നമ്മൾ ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കുന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. A good teacher should be conscious of his pupils' emotion. നമ്മളുടെ ഓരോ കുട്ടിയുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പോ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം, ഒരു കുട്ടി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവനോട് ഞാൻ ഈ പറഞ്ഞു കൊടുക്കൂല, എടാ നിനക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അവർക്കത് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാം പറയാം. കാരണം ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാട്ടോ, ഇതിങ്ങനെ ചെയ്യുമ്പോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അല്ലാതെ അവനോട് ഹാർഷായിട്ട് നീ ചെയ്തത് ഫുള്ളായിട്ട് തെറ്റാണ്, ഫുള്ള് മാറ്റണം അങ്ങനെ പറയുന്നിരിക്കുന്ന ഒരു വിഷമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പറയുന്ന രീതി അല്ലെങ്കിൽ ടോൺ മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടാ എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി മനസ്സിലാക്കും. As well as his own, so that smooth learning situation can be sustained in the class. നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ചും കൂടി നമ്മൾ കുറച്ച് കോൺഷ്യസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ക്ലാസ് റൂം ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Parents should also be aware of these facts in order to boost healthy growth of their hearts. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തി ഗ്രോത്തിന്, അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റ് നിർബന്ധമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യണം. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരും. On other hands, people have to be assisted to understand, develop their emotion, to make them able to lead and adjust the life, to live smoothly with the other pupils and others at home and outside. നമുക്കറിയാം കുട്ടികള് അവരുടെ ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില കുട്ടികൾ ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് കാണാൻ പറ്റും. പെട്ടെന്നായിരിക്കും അവര് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കരയും. അവർക്ക് വിഷമമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്നായിരിക്കും അവര് ഇമോഷണൽ ഔട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ചില കുട്ടികൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആവും, ഒന്നും മിണ്ടൂല, കുറെ നേരത്തേക്ക് അവരൊന്നും മിണ്ടൂല. അത് ഓരോ കുട്ടിയും ആ ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. ചില കുട്ടികളാണെങ്കിൽ പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്, ചില കുട്ടികൾ സൈലന്റ് ആവും. ചില കുട്ടികൾക്ക് ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കരയോ അല്ലെ, പെട്ടെന്ന് അറിയാം. നമ്മൾ ഈ ആൺകുട്ടികൾ ചെറുപ്പത്തിൽ കരയുമ്പോ ഈ ഗ്രാൻഡ് പാരന്റ്സും പറയും, നീ ആൺകുട്ടിയല്ലേടാ, നീ കരയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ നിങ്ങള്? ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കലേട്ടാ, കാരണം അവർ ചെറുപ്പം മുതലേ അവൻ ആൺകുട്ടിയാണ്, കരയാൻ പാടില്ല, സങ്കടം വന്നാലും ഉള്ളിൽ ഒതുക്കണം എന്ന് അവൻ ശീലിക്കാണ്. പിന്നീട് അവൻ മുതിർന്നു കഴിഞ്ഞാലും അവൻ എത്ര വിഷമമുണ്ടെങ്കിലും അവൻ മറ്റുള്ളവരോട് എന്ത് ചെയ്യില്ല, പറയില്ല. അത് പക്ഷേ എന്താ പറയാ, പിന്നെ അതൊരു ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറും. പെട്ടെന്നായിരിക്കും ഒരു പെട്ടെന്നുള്ള സ്ഫോടനായിരിക്കും ആ ഇമോഷൻസ് കൂടി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തില് അല്ലെങ്കിൽ വേണ്ട, സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതൽ അറിയാവോ? പുരുഷന്മാരിലല്ലേ? കാരണം എന്താണ്? അവർ ഈ സങ്കടവും വിഷമവും കാര്യങ്ങളും ഒന്നും പ്രകടിപ്പിക്കൂല. എല്ലാം അവരുടെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യും. അങ്ങനെ ഹൈഡ് ചെയ്ത് ഒരു നിമിഷം ഈ ഒരു എല്ലാ പ്രശ്നം കൂടി അവരുടെ മാനസികമായിട്ട് അവർ പിരിമുറുക്കുന്നതും കാര്യങ്ങളൊക്കെ കൂടുതൽ പുരുഷന്മാർക്കായിരിക്കും. നമുക്ക് സങ്കടം വന്നു എന്ന് വിചാരിക്കും, നമ്മൾ എന്ത് ചെയ്യും, കുറച്ചു നേരം ഇരുന്ന് കരയോ അല്ലെ, കരഞ്ഞു കഴിഞ്ഞ സങ്കടങ്ങൾ പോയി, പിന്നെ നമ്മൾ ഹാപ്പി ആയി. ഓക്കെ, അപ്പോ അതാണ്, അത്രേ ഉള്ളൂ. കാരണം ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് എന്താ പറയാ, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ സ്മൂത്ത്ലി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇമോഷൻസ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. ഏതൊരു ഇമോഷണൽ, ഹാപ്പി ആയാലും സാഡ് ആയാലും ഏതൊരു ഇമോഷൻസും നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മളുടെ ക്യാരക്ടർ. സോ ലൈഫിൽ ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഓരോ വ്യക്തിയുടെയും മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്.
And individual's basic requirements, deserves, and hope, his value of the life and his life condition all generated his emotions. ഓരോ വ്യക്തിയുടെ ഇമോഷനിൽ നിന്നാണ് അവന്റെ റിക്വയർമെന്റ്സും ഡിസർവും ആഗ്രഹങ്ങളും ഹോപ്സ് പ്രതീക്ഷ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു വിചാരിക്കും. നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എല്ലാവരും മനസ്സിലുണ്ടാവും നമ്മുടെ 100% എഫേർട്ട് ചിലപ്പോ 1 or 2 ഇയർ നമ്മൾ സ്പെൻഡ് ചെയ്ത് പഠിച്ച് നമ്മുടെ എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എഫേർട്ട് ഇട്ടു. പക്ഷെ നമ്മൾ ഇപ്പോ PSC എക്സാം വന്നു വിചാരിക്കും, റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു, അറ്റ് ലാസ്റ്റ് നമുക്ക് ആ ഒരു ജോലി കിട്ടിയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് സാഡ് ആവും അല്ലേ? അങ്ങനെ സാഡ് ആവരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം. എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് കുത്തിരുന്ന് പഠിച്ച് ജോലി വാങ്ങിക്കും. എന്നുവെച്ചാല് എവിടെയും നമ്മളെ വിട്ടു കൊടുക്കാനായിട്ട് പാടില്ല. നമ്മളെ സ്നേഹിക്കാൻ നമ്മളെക്കാൾ നല്ലൊരു പാർട്ട്ണർ വേറെ ആരുമില്ല. നമുക്ക് മാത്രമാണ് അത്രമേൽ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത് അല്ലെ? ഈ ഇടയ്ക്ക് ഒരു സിനിമ ഉണ്ട്, അപ്പൊ അതില് പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സർവമായ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടോ? കുറെ നാള് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു തോന്നുന്നു. എനിക്ക് ആ ഫിലിം കണ്ടപ്പോ അതിൽ ആരാണ് ജനാർദ്ദനൻ അല്ലെ? ആ വ്യക്തിയുടെ പേര് എനിക്കറിയില്ല. വെളിച്ചനായിട്ട് അഭിനയിച്ച ഒരാള് നിവിന്റെ അപ്പൊ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഞാനുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയില്. എന്നുവെച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. സോ നമ്മൾ ഈ ഇമോഷൻസ് ഒക്കെ മൈൻഡിലിട്ട് നമ്മൾ ഇങ്ങനെ അൺഹാപ്പി ആയിട്ട് നിൽക്കുന്നതിലും എത്രയും ബെറ്റർ ആണ് നമ്മൾ ആ ഇമോഷൻസ് പ്രകടിപ്പിക്കുക, പിന്നെ കൂളായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോവുക. അപ്പൊ എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ആ ദേഷ്യം പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമ്മൾ കൂളായി, പിന്നെ നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാല് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കുറെ ടൈം കഴിയുമ്പോൾ. അത് നമ്മൾ അവരോട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ എന്താണ് അത് നമ്മള് ഒത്തിരി നമുക്കൊരു എന്താ പറയാ, നമുക്ക് തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെടുന്ന ഒരു കാര്യമാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമോഷൻസിനെ കുറിച്ചിട്ട് രാവിലെ മുതൽ കറണ്ടില്ല. ഓക്കെ സിന്ധു ഓക്കേടാ. ഓക്കെ, അപ്പോ നമ്മള് ഇമോഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമോഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് ഞാൻ എടുത്തത് മെയിൻ ആയിട്ട് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, റെസ്റ്റ്, എക്സസൈസ്, ഹൈജീൻ ആണ്. ഞാൻ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ സൈക്കോളജിക്കൽ നീഡ് എന്നാ വന്നിരിക്കുന്നത്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഓർമ്മയുണ്ടോ? ചെയ്തിരുന്നു മാം. ഫിസിയോളജിക്കൽ നീഡ്സ് ആക്കി. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ് ആക്കിയാലോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ എങ്ങാനും ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്ത കുട്ടികളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് എഴുതാട്ടോ. എക്സാമിന്റെ ടൈം ആകുമ്പോഴാണ് കുട്ടികളുടെ ഡൗട്ട്സ്, ഇത് സൈക്കോളജിക്കൽ നീഡാണോ ഫിസിയോളജിക്കൽ നീഡാണോ രണ്ടും പെട്ടെന്ന് മാറിപ്പോകല്ലേ. അപ്പൊ ഫിസിയോളജിക്കൽ നീഡാണ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വേറെ ആരെങ്കിലും ലാസ്റ്റ് ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ അത് ഫിസിയോളജിക്കൽ നീഡാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫിസിയോളജിക്കൽ നീഡ്സിലെ ചിൽഡ്രൻസിലെ ഫിസിയോളജിക്കൽ നീഡ്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അപർണ മിസ്സിനും ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഹെൽത്തി ഹാബിറ്റ്സ് ചാർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് വല്ലതും ഉണ്ടോ? നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക്. ഓക്കെ മാം.